ഇറാനിൽ യുഎസും ഇസ്രായേലും തുടങ്ങിവെച്ച യുദ്ധത്തെ വീണ്ടും രൂക്ഷമായി വിമർശിച്ച് സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. സംഘർഷം വലിയ ആഗോള ദുരന്തമായി കലാശിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധത്തിലെ സാഞ്ചസിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് സ്പെയിനുമായുള്ള എല്ലാ വ്യാപാര ബന്ധവും അറുത്തുമുറിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പ്രസ്താവന. ഇറാനെതിരെയുള്ള ആക്രമണത്തിനായി തെക്കൻ സ്പെയിനിലെ നാവിക വ്യോമ താവളങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ യുഎസിനെ അനുവദിക്കില്ലെന്ന് സാഞ്ചസ് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് സ്പെയിനിലെ റോത്ത, മൊറോൺ എന്നീ താവളങ്ങളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കുന്നവ ഉൾപ്പെടെ 15 യുഎസ് യുദ്ധവിമാനങ്ങൾക്ക് തിരികെ പറക്കേണ്ടി വരികയും ചെയ്തു. ലോകത്തിന് അത്യന്തം മോശമായി ഭവിക്കുന്ന ഞങ്ങളുടെ മൂല്യങ്ങൾക്കും ദേശീയ താൽപര്യങ്ങൾക്കും നിരക്കാത്ത കാര്യങ്ങളിൽ സ്പെയിൻ പങ്കാളിയാവില്ല. ജനജീവിതം മെച്ചപ്പെടുത്താനായാണ് സർക്കാരുകൾ നിലകൊള്ളേണ്ടത്. ഈ നേതാക്കൾ അവരുടെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കുവാനുള്ള മറയായി യുദ്ധത്തെ ഉപയോഗിക്കുന്നു. ഇങ്ങനെയാണ് വലിയ മാനുഷിക ദുരന്തം തുടങ്ങുക. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം വെച്ച് കളിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ സാഞ്ചസ് പറഞ്ഞു. ഇറാൻ വിഷയത്തിൽ ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒറ്റയ്ക്കെതിർക്കുന്ന ഏക യൂറോപ്യൻ നേതാവാണ് സോഷ്യലിസ്റ്റായ സാഞ്ചസ്. നാറ്റോ അംഗമായിരിക്കെയാണ് സ്പെയിനി എതിർപ്പ് ഉയർത്തുന്നത് എന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. എല്ലാ നാറ്റോ സഖ്യകക്ഷികളും GDPയുടെ 5% പ്രതിരോധ ആവശ്യങ്ങൾക്ക് ചെലവിടണമെന്ന യുഎസിന്റെ ആവശ്യവും സ്പെയിൻ അംഗീകരിക്കാത്തതിനെയും ട്രംപ് അപലപിച്ചു. ഇറാനിലെയും പാലസ്തീനിലെയും ക്രൂരരായ ഭരണാധികാരികൾക്കൊപ്പമാണ് സാഞ്ചസ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഗ്രീസുമെല്ലാം സൈപ്രസിലേക്ക് സൈന്യത്തെ അയച്ചെങ്കിലും നാറ്റോ സഖ്യകക്ഷിയായ സ്പെയിൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. സൈപ്രസിലെ ബ്രിട്ടീഷ് സേനാ താവളം ഇറാൻ ആക്രമിച്ചതോടെയാണ് യൂറോപ്യൻ കക്ഷികളുടെ ഈ സൈനിക വിന്യാസം. ലോകത്തെ ഏറ്റവും വലിയ ഒലിവെണ്ണ കയറ്റുമതിക്കാരാണ് സ്പെയിൻ. വാഹനഭാഗങ്ങൾ, ഇരുമ്പുരുക്ക്, രാസവസ്തുക്കൾ എന്നിവയും അവർ യുഎസിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. വലിയ തോതിൽ അസംസ്കൃത എണ്ണയും LNGയും യുഎസ് തിരിച്ചും കയറ്റി അയക്കുന്നുണ്ട്. സ്പെയിനുമായി 2025 യുഎസിനുള്ള വ്യാപാര മിച്ചം $480 കോടി ആയിരുന്നു.